വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റപത്രം വൈകുന്നതിൽ SITയെ വിമർശിച്ച് ഹൈക്കോടതി. എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ SITയെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് കുറ്റപത്രം വൈകുന്നതിൽ SITയെ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുറ്റപത്രം വൈകുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിന്റെ മൊഴിയുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ കുറ്റപത്രം വൈകുന്നതിൽ SITക്ക് വിമർശനം വന്നിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഈ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആയിരുന്ന മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിക്ക് ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. അങ്ങനെ പ്രതികൾ ഈ കുറ്റപത്രം ഈ കേസ് എടുത്ത് 90 ദിവസം പിന്നിടുമ്പോഴും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്ന് ഇങ്ങനെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം SITക്ക് മേൽ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് A ബദറുദ്ദീനാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് എന്നുള്ളതാണ് കോടതി ചോദിക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് മൂലം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് ഗുരുതരമായ സംഭവമാണ്. ഇങ്ങനെ ഈ പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ SITക്ക് മേലുള്ള വിശ്വാസം, SITക്ക് മേലുള്ള ഈ ജനങ്ങളുടെ വിശ്വാസം അത് ഇല്ലാതെയാകുന്നതിന് ഇടയാകുന്നുണ്ട് എന്നുകൂടിയാണ് ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പങ്കജ് ഭണ്ഡാരിയുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വിമർശനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഹൈക്കോടതി തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും A ബദറുദ്ദീൻ ശബരിമല കേസിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് 90 ദിവസം കഴിയുമ്പോൾ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഇപ്പോൾ തുടരുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുമുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത്. പങ്കജ് ഭണ്ഡാരി ഈ കേസിലെ പ്രതിയാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആണ്. ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോടതിയുടെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റപത്രം വൈകുന്നതിൽ SITയെ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതെന്നൊക്കെയാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ച സാഹചര്യത്തിലും ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വന്നിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.